ഈരാറ്റുപേട്ട സ്വദേശിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ചോദ്യം ചോദിച്ചത് വെള്ളാപ്പള്ളിയോട്. നിങ്ങൾ പറയുന്നത് വ്യാജമല്ലേ വർഗീയതയല്ലേ എന്ന്. അതിൽ അരിശമ്പുണ്ട് അദ്ദേഹം. ഈ മാധ്യമ പ്രവർത്തകൻ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ആളാണെന്ന് പറയുന്നു, തീവ്രവാദിയാണെന്ന് പറയുന്നു. ഒന്നാമത് ഈരാറ്റുപേട്ടക്കാരനായിരിക്കുമ്പോൾ തന്നെ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുകയാണ്. അതിന്റെ കൂടെ വേറെ ചില കാര്യങ്ങളും പറയുന്നു. ഈരാറ്റുപേട്ടയുടെ ഈ തദ്ദേശ സ്ഥാപന നായകൻ നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? അതായത് ഈരാറ്റുപേട്ടക്കാരനായ മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദ് വളരെ നിഷ്പക്ഷമായ രീതിയിലുള്ള ചോദ്യങ്ങൾ, ജനാധിപത്യ സംവിധാനത്തിലുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചപ്പോൾ നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ്. അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്നുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഈ രാജ്യത്ത് വർഗീയത പറഞ്ഞ്, മതവിദ്വേഷം പറഞ്ഞ് ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് എന്തെല്ലാം വൃത്തികെട്ട വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും മതവിദ്വേഷം പറയുന്ന, വർഗീയത പറയുന്ന ഈ ഒരു ഇഷ്യൂ മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം കുറെ വർത്തമാനങ്ങൾ പറഞ്ഞു. അതിനെതിരെ ഏതെങ്കിലും ഒരു ലീഗൽ സ്റ്റെപ്പ് എടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറായില്ലെന്ന് മാത്രമല്ല, അതിന് പൂർണ്ണ സംരക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ കൂടെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ തെളിവല്ലേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ UDF അനുകൂലമായിട്ട് വമ്പിച്ച ഭൂരിപക്ഷം ജനവിധി ഉണ്ടായത്. ഇടതുപക്ഷ സംവിധാനത്തെ തകർത്തെറിഞ്ഞത് ഈ ഒറ്റ വിഷയം കൊണ്ടല്ലേ. എന്നിട്ടും ഈ ഈ ദിവസങ്ങളുണ്ടാകുന്ന പ്രസ്താവനയ്ക്കെതിരെയും ഗവൺമെന്റ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ട് മുമ്പോട്ട് പോകില്ലേ? ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് എന്നും ഒരു സെക്കുലർ നാടാണ്. ഇവിടെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ പ്രദേശത്തിനകത്ത് ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഇവിടെ മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുകയാണ്. ഈ വർഗീയതയോ മതവിദ്വേഷമോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേസുകളോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ റിപ്പോർട്ട് ചെയ്യുകയോ നിയമപരമായ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാ ജനങ്ങളും വളരെ സൗഹാർദ്ദത്തോടെ കഴിയുകയാണ്. ഇതിനു മുമ്പും പല പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് ഈ നാടിനെതിരെ. അതൊക്കെ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ അതാണ് നമുക്ക് പ്രതികരിക്കാനുള്ളത്. ശരി, താങ്ക് യു സി നാസർ. എന്നോടൊപ്പം വീണ്ടും സൈഫ് സൈനുലാബ്ദീൻ കൂടി ചേരുന്നു. സൈഫ്, ഈ വെള്ളാപ്പള്ളി ഇവിടെ ഓക്കെ സൈഫിലേക്ക് വരാം. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് കേരളത്തെ വലിയ തോതിൽ അലോസരപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് നീതിയുക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ പേരും വിലാസവും ഒക്കെ വെച്ച് വർഗീയ ചാപ്പ അടിക്കാൻ കൂടി അദ്ദേഹം സന്നദ്ധനാകുന്നു. അതിനോട് ഏത് നിലയ്ക്കുള്ള ഷാർപ്പായിട്ടുള്ള പ്രതികരണം ഉയർന്നു വരും കേരളത്തിന്റെ ഭാഗത്ത് നിന്ന്, പ്രധാന പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ന് കാണണം. ഇപ്പോൾ KV അബ്ദുൽ ഖാദർ, തൃശൂർ CPIM സെക്രട്ടറി, മാധ്യമങ്ങളോട് സംസാരിക്കുന്നു.